നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്മാർട്ട് സഫാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജീവ് ബുധനു. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു യൂട്യൂബർ ചെയ്ത ഒരു ചെറിയൊരു അബദ്ധം, അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ പറ്റിപ്പോയ ഒരു അബദ്ധത്തെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതിമനോഹരമായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു ആളാണ്, ഒരു ലേഡിയാണ്, RJ അഞ്ജലി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ. ഒരു ധാരാളം പ്രേക്ഷകരുള്ള ഒരു യൂട്യൂബറാണ്. ധാരാളം ആൾക്കാർ രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു യൂട്യൂബറാണ്. അപ്പോൾ അവർ ഈ അടുത്ത സമയത്ത് ഒരു വീഡിയോ ചെയ്തു. പക്ഷെ അത് ഫ്രാങ്ക് വീഡിയോ അവർ കൂടുതൽ ചെയ്യുന്നതാണ് എൻ്റെ അറിവ്. പക്ഷേ എങ്കിൽ പോലും അവർ ഈ അടുത്ത സമയത്ത് ചെയ്ത ഒരു ഫ്രാങ്ക് വീഡിയോ അല്പവും നല്ല ഇച്ചിരി ഏറെ കടന്നുപോയി എന്ന് സംശയമില്ലാതെ പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ കണ്ട് നമ്മൾ ഒരാളുടെ സ്വാതന്ത്ര്യത്തിലേക്കോ അല്ലെങ്കിൽ ഒരാളുടെ സ്വകാര്യതയിലേക്കോ ഒരാളുടെ അഭിമാനത്തിലും അന്തസ്സിലും ഒന്നും കയറി കൈ കടത്താനുള്ള ഒരു അവകാശമോ അധികാരമോ ഒന്നും അല്ല അത്. അപ്പം ഈ RJ അഞ്ജലി ഈ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു മെഹന്തി ഇടുന്ന ഒരു ആർട്ടിസ്റ്റ്, അവരുടെ തൊഴിൽ മേഖലയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് എനിക്കറിയാൻ പറ്റുന്നത്. അപ്പോൾ അവർ പോപ്പുലർ ആണെങ്കിലും പോപ്പുലർ അല്ലെങ്കിലും എല്ലാ ആൾക്കാർക്കും അഭിമാനം എന്ന് പറയുന്നത് തുല്യമാണ്. അപ്പോൾ ഈ മെഹന്തി ഇടുന്ന ഈ ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് അവർ അല്പം കടന്നുപോയ രീതിയിൽ അവർ പല ഭാഗങ്ങളിലും, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും മെഹന്തി മൈലാഞ്ചി ഇടുമോ എന്നൊക്കെ ചോദിച്ചു വന്നിട്ട് അവരെ അവഹേളിക്കുന്ന തരത്തിൽ, അവരെ സമൂഹത്തിന് മുന്നിൽ വലിച്ചു കീറി ഒട്ടിക്കുന്ന തരത്തിലാണ് ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ ഒരു കോമാളിയാക്കുന്ന രീതിയിൽ അവർ അവതരിപ്പിച്ചത്. അത് അവരെ മാത്രമല്ല, ആ മേഖലയിൽ നിൽക്കുന്ന എല്ലാ ആൾക്കാരെ കൂടിയാണ് അവഹേളിച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ അത് വളരെ തെറ്റായിപ്പോയി. ഈ RJ അഞ്ജലി കണ്ടന്റ് എടുത്തപ്പം തെറ്റൊന്നുമില്ല, പക്ഷെ അവർ ആ ചെയ്ത രീതി ശരിയായില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഒരു വളരെ അതിമനോഹരമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബർക്ക് എന്ത് പറ്റി എന്ന് എനിക്കറിയത്തില്ല. അറിഞ്ഞുകൊണ്ട് പറ്റിയതാണോ അറിയാതെ പറ്റിയതാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. എങ്കിലും അവർ ചെയ്തു പോയ ഒരു കാര്യം അക്ഷന്തവ്യമായ ഒരു തെറ്റാണ്. ഒരാളെ അവഹേളിക്കുകയായിരുന്നു, ഒരാളുടെ മാനസികമായിട്ടും അവരെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു. സമൂഹത്തിൽ എല്ലാവരും കാണുന്നതല്ല, ഒരാൾ മാത്രമല്ലല്ലോ കാണുന്നത്. സമൂഹത്തിൽ നമ്മളൊരു കാര്യം പടച്ചു വിട്ട് കഴിഞ്ഞാൽ അത് ഈ യൂട്യൂബ് ഉള്ള എല്ലാ മേഖലകളിലും ഈ സാധനം കിടന്നു ഓടുകയാണ്, ആൾക്കാർ കാണുകയാണ്. പ്രത്യേകിച്ച് അത്യാവശ്യം റീച്ചുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ അത്രയും കൂടെ അവഹേളിക്കപ്പെടുകയാണ്, സമൂഹത്തിന് മുന്നിൽ അവർ അത്രയും കൂടെ അവഹേളിക്കപ്പെടുകയാണ്. അപ്പോൾ അത് വളരെ തെറ്റായിപ്പോയി എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഇനിയും അറിഞ്ഞുകൊണ്ടായാലും അറിയാതെ ആണെങ്കിലും ഒരു യൂട്യൂബറും ആണെങ്കിലും മറ്റൊരാളും ഒരു വ്യക്തികളും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.